ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കിയാലോ. നമ്മുടെ മത്തങ്ങ പുളിങ്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ എന്നും സാമ്പാറും തൈരും അതുപോലെ തന്നെ രസവും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ കറികൾ ഉണ്ടാക്കുക, അധികം സമയം എടുക്കാത്ത കറികൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 8-10 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ തക്കാളി വേണ്ട. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മത്തങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ നമ്മൾ ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം. ഇത്രയും ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. മത്തങ്ങ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. വളരെ ചെറിയ അളവിൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റായി തുടങ്ങാനേ പാടുള്ളൂ, വല്ലാതെ അങ്ങോട്ട് കളറ് മാറിപ്പോരുത്. ഇനി ഉള്ളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉലുവപ്പൊടി, 2 പിഞ്ച് കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരണം. അപ്പോൾ നമ്മൾ മത്തങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്താണെങ്കിലും ഈ തക്കാളിക്കും ഉള്ളിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. തക്കാളി ഒന്നും വല്ലാതെ ഉടഞ്ഞു പോകണ്ട. നമുക്ക് ഇടയ്ക്ക് തക്കാളിയുടെ കഷ്ണങ്ങൾ കാണാൻ കിട്ടണം. ആ രീതിയിൽ വേണം തക്കാളി വേവിച്ചെടുക്കാനായിട്ട്. ഇത് ആദ്യമേ വറവിട്ടിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വറവിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ വറവിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് വരുന്നതിന് മുൻപേ ഉള്ള ആ ഒരു പാകത്തിൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയിൽ വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചവെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടക്കരുത്, ചെറുതായിട്ട് ഉടയ്ക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുക. അതുകൊണ്ടാണ് ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇനി കറി ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ പുളിങ്കറി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ 4-5 ഉലുവയും കൂടി ചേർക്കുക. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്ക് 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ പുളിങ്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ വറവ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ഈ കറിയുടെ ചൂട് ഒന്ന് മാറിയിട്ട് ഇളം ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മത്തങ്ങ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോറിൻ്റെ കൂടെ ചേർത്ത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. എപ്പോഴും സാമ്പാറും രസമൊക്കെ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മത്തങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ അരയ്ക്കോ
വറുത്തരയ്ക്കോ ഒന്നും ചെയ്യണ്ടല്ലോ, തേങ്ങാപ്പാൽ ചേർക്കണ്ട, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.